Hi guys, ഊരുതൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ലെവിറ്റേഷൻ ഫോട്ടോഗ്രാഫി നിങ്ങൾ തന്ന സപ്പോർട്ട് ഞങ്ങൾ തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇന്നത്തെ എപ്പിസോഡ്, അതായത് രണ്ടാമത്തെ എപ്പിസോഡിൽ ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫി ട്രിക്സ് എല്ലാം മറിച്ച് ഒരു അൺബോക്സിംഗ് ആണ്. റിയൽമിയുടെ ഏറ്റവും പുതിയ വെർഷനായ റിയൽമി 2 Pro. എപ്പിസോഡ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമിയുടെ ഏറ്റവും പുതിയ വെർഷനായ റിയൽമി 2 Pro ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു ഗുഡ് ഫിനിഷിങ്ങോടെയാണ് ഇതിൻ്റെ ബോക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് റെഡ് കളർ മിക്സിംഗ് ആണ്. സൈഡിൽ അവർ റിയൽമി 2 Proയുടെ സിമ്പലുകളും നെയിമും ഒക്കെ എഴുതിയിട്ടുണ്ട്. ക്യാമറ എന്ന് പറയുമ്പോൾ 60 MP പ്ലസ് 2 MP റിയർ ക്യാമറ. ഫ്രണ്ട് ക്യാമറ ആകുമ്പോൾ 16 MP. നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ അവരുടെ ഗൈഡ് ലിസ്റ്റാണ്. അതിനകത്ത് ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന പൗച്ചാണിത്, കുഴപ്പമില്ല. രണ്ടാമതായിട്ട് അവരുടെ ക്വിക്ക് ഗൈഡാണ്, പിന്നെ വാറൻറ്റി ഐറ്റംസ് എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തൊരു സിം ഇജക്ടർ ടൂളുണ്ട്. എല്ലാ ഫോണിനെയും കാണുന്നത് പോലെ തന്നെ മികച്ച രീതിയിൽ തന്നെയാണ് അതിൻ്റെ പ്രസൻറ്റേഷനും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആക്സസറീസിലോട്ട് കിടക്കാം. നമുക്കിനി ഫോണൊന്ന് മാറ്റി വെക്കാം. ഇതിനകത്ത് ആകെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു കേബിളും ഒരു അഡാപ്റ്റർ മാത്രമാണ്. അഡാപ്റ്റർ എന്ന് പറയുമ്പോൾ അത് 2 ആംപിയറിൻ്റെ അഡാപ്റ്ററാണ്. ടൈപ്പ് സി കേബിളല്ല അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഇതിൻ്റെ ഒരു നെഗറ്റിവിറ്റിയാണ്. ഒരു നല്ല ബിൽഡപ്പ് ക്വാളിറ്റി ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, അത്രയും ഉള്ളൂ. പിന്നെ ഹെഡ്സെറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളിലൊന്നും തന്നെ നമുക്ക് ഹെഡ്സെറ്റ് കാണാൻ സാധിക്കുന്നില്ല. അത് അവരുടെ ഒരു നെഗറ്റിവിറ്റി തന്നെയാണ്. രണ്ടാമതായി നമുക്കിനി ഫോണിലേക്ക് കടക്കാം. ഫോൺ വളരെ അധികം മികച്ച ഒരു വ്യൂ ആണ് നമുക്ക് തരുന്നത്. നമുക്ക് അതിൻ്റെ ഡിസൈനിലോട്ട് കിടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ബാക്ക് സൈഡിൽ ഒരു പോളി കാർബണേറ്റഡ് ഫിനിഷിംഗ് ആണ്. ഗ്ലാസ് ആണെന്ന് തോന്നുമെങ്കിലും ഇതൊരു പ്ലാസ്റ്റിക് മിക്സറാണ്. ബാക്കിലായിട്ട് ഏറ്റവും താഴെയായിട്ട് അവരുടെ റിയൽമിയുടെ കമ്പനി നെയിം എഴുതിയിട്ടുണ്ട്. ബാക്ക് ക്യാമറ 60 MP പ്ലസ് 2 MP വിത്ത് ഫ്ലാഷ്. ഫിംഗർ സെൻസർ ബാക്കിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ 3.5 mm മോഡി ജാക്കാണ്. ടൈപ്പ് സി കേബിളല്ല. ലെഫ്റ്റ് സൈഡിലായിട്ട് മൈക്ക്. പിന്നെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു സിം ഡ്രൈവ്, വോളിയം അപ്പ്, വോളിയം ഡൗൺ ബട്ടൺ. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ലോക്ക് ബട്ടൺ. ഇനി നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതൊരു നോച്ച് ടൈപ്പ് ഡിസ്പ്ലേ ആണ്. കമ്പനി ഇതിന് പറയുന്നത് വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ അത്യാവശ്യം മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. റെഡ് ബ്ലൂ ഫിനിഷിങ്ങോടുകൂടി ഒരു വാൾപേപ്പറാണ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അവർ. ഇനി നമുക്ക് ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷനിലേക്ക് കടക്കാം. സെറ്റിങ്സിൽ എബൌട്ട് ഫോണിൽ നമുക്ക് പോകാം. ഇതിൻ്റെ കളർ വെർഷൻ അവർ ഉപയോഗിച്ചിരിക്കുന്നത് V5.2 ആണ്. ആൻഡ്രോയിഡ് വെർഷൻ 8.1.0 ആണ്. അപ്പോൾ നമുക്ക് റാം, ഇതിപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന വേരിയൻറ്റ് 4GB 64 ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡിവൈസ് സ്റ്റോറേജ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 45.8 GB ആണ്. ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ November 5 ആണ് 2018. ഇച്ചിരി ബാക്കിലാണ്. പുതിയ ഇറങ്ങുന്ന ഫോണുകൾ മൊത്തം ജനുവരിയിലാണ് പാച്ച് ലെവൽ വരുന്നത്. അപ്പോൾ നമുക്കിനിയും ക്യാമറ സെറ്റിങ്സിലോട്ട് കിടക്കാം. റിയർ ക്യാമറ 16+2 ആണ്. 2 ഡെപ്ത് സെൻസ് ആണ്. വിത്ത് LED ഫ്ലാഷ് ആണ്. നല്ലൊരു മികച്ച ഒരു ഇമേജാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അവർ അഡീഷണൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ടൈം ലാൻഡ്സ്കേപ്പ് വീഡിയോ
ഫോട്ടോ, പോർട്രേറ്റ്, സ്റ്റിക്കർ, പാനോ, എക്സ്പെർട്ട്. പോർട്രേറ്റ് മോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വ്യൂ ആണ് നമുക്ക് തരുന്നത്, എന്നാലും ഒട്ടും മികച്ചതല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ